ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ 0 to 2 dx by x plus 4 minus x square. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടെ ഇത് എക്സ് സ്ക്വയറിൻ്റെ ടേമിലുള്ള ഒരു ഇൻ്റഗ്രേഷനാണ്, അഥവാ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ മാത്രമുള്ള ഒരു ഇൻ്റഗ്രേഷനാണ്. നമുക്കത് പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അല്ലേ. ഇൻ്റഗ്രൽ 0 to 2 1 by x plus 4 minus x square dx ആണ്. നമുക്ക് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ മാത്രമുള്ള ഒരു ഇൻ്റഗ്രേഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇൻ്റഗ്രൽ 0 to 2 dx ഡിവൈഡഡ് ബൈ, താഴെ നോക്കി, പെർഫെക്റ്റ് സ്ക്വയർ ആക്കണമെങ്കിൽ അത് എക്സ് സ്ക്വയർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. നമുക്കറിയാം, പഠിച്ചിട്ടുണ്ട്, എക്സ് സ്ക്വയർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ എന്നല്ലേ ഉള്ളത്, അപ്പോൾ അതുകൊണ്ട് മൈനസ് പുറത്തോട്ട് എടുക്കാം. മൈനസ് എക്സ് സ്ക്വയറിൽ നിന്ന് മൈനസ് പോയി കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ വരും. പ്ലസ് എക്സിൽ നിന്ന് മൈനസ് പോയി കഴിഞ്ഞാൽ മൈനസ് എക്സ് വരും. പ്ലസ് 4ൽ നിന്ന് മൈനസ് പോയി കഴിഞ്ഞാൽ മൈനസ് 4 വരും. ഇങ്ങനെ വന്നു. അടുത്ത സ്റ്റെപ്പിൽ ഈ മൈനസ് നമുക്ക് പുറത്തോട്ട് എടുക്കാം. മൈനസ് ഇൻ്റഗ്രലിന് പുറത്തോട്ട് പോയി. ഇൻ്റഗ്രൽ 0 to 2 dx ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 4. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് എന്താണ്, പെർഫെക്റ്റ് സ്ക്വയർ ആക്കൽ, വേറൊന്ന് പാർഷ്യൽ ഫ്രാക്ഷൻ. പക്ഷെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റർ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റണം. ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം. ഡിനോമിനേറ്റർ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് തന്നെ ചെയ്യാനേ പറ്റുള്ളൂ. സോ മൈനസ് ഇൻ്റഗ്രൽ 0 to 2 dx ഡിവൈഡഡ് ബൈ, എങ്ങനെയാണ് പെർഫെക്റ്റ് സ്ക്വയർ ആക്കുന്നത്? എക്സ് സ്ക്വയർ ആണ് വന്നിരിക്കുന്നത്, അപ്പോൾ ആദ്യം തന്നെ എക്സ് എഴുതാം. പിന്നെ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് -1 അല്ലേ. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണോ അതിൻ്റെ ഹാഫ് എടുക്കുക. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് -1 ആണ്, അതിൻ്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ -1/2 ഓൾ സ്ക്വയർ ഇടാം. ഇത് എക്സ്പാൻഡ് ചെയ്താൽ ആദ്യത്തെ രണ്ട് ടേം ഇത് രണ്ട് തന്നെയായിരിക്കും. ഓക്കെ, ഇത് എക്സ്പാൻഡ് ചെയ്താൽ ലാസ്റ്റ് ഒരു +1/4 വരുന്നില്ലേ, അതായത് 1/2 സ്ക്വയർ അല്ലേ. ഒരു +1/4 ലാസ്റ്റ് വരും. പക്ഷെ നമുക്ക് വേണ്ടത് ആരാ? -4 ഇവിടെ അവസാനം വരുന്ന +1/4 ഡിലീറ്റ് ചെയ്യാൻ പോകാൻ വേണ്ടി ഒരു -1/4 എഴുതി ചേർക്കുക. അപ്പോൾ സോ ദാറ്റ് +1/4 -1/4 കൂടി ക്യാൻസലായിട്ട് ഇവിടെ കോൺസ്റ്റന്റ് ടേം ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് നമുക്ക് വേണ്ട ആളാരാണ്? -4. അത് എഴുതി ചേർത്താൽ മതി. ഇങ്ങനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. നമ്മളിത് മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഇത് ആദ്യമായിട്ട് പറയുന്നതല്ല. ഓക്കെ, ഇതാണ് പെർഫെക്റ്റ് സ്ക്വയർ ആക്കുക. മൈനസ് ഇൻ്റഗ്രൽ 0 to 2 dx ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1/2 ഓൾ സ്ക്വയർ. നല്ല ആൻസർ വരാൻ സാധ്യതയില്ല. -1/4 -4 ഇത് ഞാൻ ചെയ്ത് കാണിക്കണ്ടല്ലോ. -17/4 കിട്ടും. നല്ലൊരു ആൻസർ കിട്ടില്ല ഇത് ചെയ്ത് വരുമ്പോഴേ. -17/4 കിട്ടും. ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് മൈനസ് ഓഫ് ഇൻ്റഗ്രൽ 0 to 2 dx ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1/2 ഓൾ സ്ക്വയർ. പിന്നെ എന്ത് വരും? -17/4 അല്ലേ. -17/4 വേണമെങ്കിൽ √17/2 ഓൾ സ്ക്വയർ എന്ന് എഴുതിയാലോ. തെറ്റൊന്നുമില്ലല്ലോ. √17 സ്ക്വയർ 17 തന്നെയല്ലേ. 2 സ്ക്വയർ 4 തന്നെയല്ലേ. അപ്പം ഇങ്ങനെ എഴുതി. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ മൈനസ് ഓഫ്, നമുക്കിത് ഇൻ്റഗ്രേറ്റ് ചെയ്താലോ. ഇത് ഏത് റിസൾട്ടാണെന്ന് ഓർമ്മയുണ്ടോ? ഏത് റിസൾട്ടാണ്? ഞാൻ വേണമെങ്കിൽ ഇവിടെ എഴുതാം. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളൊരു ഇൻ്റഗ്രേഷനാണ്.
ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ആ ഫോമിലുള്ളൊരു ഇൻ്റഗ്രേഷനാണിത്. 1/x സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണിത്. അതിൻ്റെ ഫോർമുല വരുന്നത് 1/2a ലോഗ് എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എ പ്ലസ് ഇങ്ങനൊരു ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് പ്രകാരം എന്ത് വരും? ഇവിടെ മൈനസ് സൈൻ ഉണ്ട് അല്ലേ? പുറത്തൊരു മൈനസ് സൈൻ കാണുന്നില്ലേ? അപ്പോൾ ആ സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എക്സിൻ്റെ സ്ഥാനത്ത് ഇയാളാണ് വന്നിരിക്കുന്നത്, എയുടെ സ്ഥാനത്ത് √17/2 ആണ് വന്നിരിക്കുന്നത്. 1/x സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആയിട്ട് കമ്പയർ ചെയ്യുക. എക്സിന് പകരം എക്സ് മൈനസ് ഹാഫും എക്ക് പകരം √17/2 ആണ് വന്നിരിക്കുന്നത്. നമ്മൾ ആ ഫോർമുലയിൽ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പുറത്തുള്ള മൈനസ് അതേപോലെ തന്നെ ഇട്ടു. 1/2a 1/2a എ എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. √17/2 ലോഗ് എക്സ് മൈനസ് എ, എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ഹാഫാണ്, മൈനസ് എ എന്ന് പറഞ്ഞാൽ √17/2 ബൈ എക്സ് പ്ലസ് എ, എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ഹാഫ്, എ എന്ന് പറഞ്ഞാൽ √17/2. ഇങ്ങനെ വരും. 0 to 2 എന്ന് എഴുതാം. ആ കോൺസ്റ്റൻസ് സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്തിരുന്നാലും കുഴപ്പമൊന്നുമില്ല. -1/2 കട്ടായി പോവും. √17. ഇനി നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുക്കുക. കേട്ടല്ലോ, എക്സിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുക. അപ്പോൾ ലോഗ് കാൽക്കുലേഷൻ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യണില്ല, സിംപ്ലിഫിക്കേഷൻ ഞാൻ പറയുന്നില്ല. എക്സിന് 2 കൊടുക്കുമ്പോൾ 2 മൈനസ് ഹാഫ് ഇവിടെ വരും. 2 മൈനസ് ഹാഫ് ചെയ്ത് കഴിഞ്ഞാൽ 3/2 കിട്ടും. ആ ചെറിയ കാൽക്കുലേഷൻ ഇവിടെ പറയുന്നില്ല. -√17/2 ഡിവൈഡഡ് ബൈ താഴെയും എക്സിന് 2 കൊടുക്കുമ്പോൾ 2 മൈനസ് ഹാഫ് 3/2 പ്ലസ് √17/2 മൈനസ് ലോഗ്. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കാൻ പോവാണ്. എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുത്തു കഴിഞ്ഞാൽ -1/2 മൈനസ് √17/2 ഡിവൈഡ് ബൈ താഴെ -1/2 പ്ലസ് √17/2 ഇങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് ഭയങ്കര ലെങ്തി പ്രോബ്ലം ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. -1/√17 ലോഗ്. ഇവിടെ വേണമെങ്കിൽ മുകളിലും താഴെയും ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മുകളിലും താഴെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിവൈഡഡ് ബൈ 2 എല്ലാം പോവും. 3 മൈനസ് √17 ഡിവൈഡ് ബൈ 3 പ്ലസ് √17. മോഡുലസ് ഉണ്ട് കേട്ടോ. മൈനസ് ലോഗ്. ഇവിടെ മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -1 മൈനസ് √17 ഡിവൈഡ് ബൈ -1 പ്ലസ് √17 ഇങ്ങനെ കിട്ടും. ഒത്തിരി സിംപ്ലിഫിക്കേഷൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ശരിക്കും ഇവിടെ ഒരു മോഡുലസ് ഉള്ളതാണ്. ലോഗിനകത്തുള്ള ആൾ നെഗറ്റീവ് ആണെങ്കിൽ ആ നെഗറ്റീവ് സൈൻ കളയണം. നമ്മൾ അറിയാലോ, ഞാൻ തുടക്കത്തിൽ മോഡുലസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ലോഗിനുള്ളിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് കളഞ്ഞെഴുതണം, അത്രേ ഉള്ളൂ. ഈ -1/√17 ഉള്ളിലോട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. ഇത് ലെങ്തി പ്രോബ്ലം ആയതുകൊണ്ട് ഒത്തിരി സിംപ്ലിഫൈ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. -1/√17 ലോഗ് 3 മൈനസ് √17 ഡിവൈഡ് ബൈ 3 പ്ലസ് √17 മൈനസ് ലോഗ്. ഇവിടെ ആക്ച്വലി ദർ ഇസ് എ നെഗറ്റീവ് സൈൻ ഇൻ ദ ന്യൂമറേറ്റർ. നമുക്ക് വേണമെങ്കിൽ ആ നെഗറ്റീവ് കളയാം കേട്ടോ. മോഡുലസ് ഉള്ളതുണ്ടേ. മോഡുലസ് എടുത്തില്ലെങ്കിൽ ഇത് ലോഗ് നെഗറ്റീവ് നമ്പറായിട്ട് മാറും. ലോഗരിതം പോസിറ്റീവിനെ ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ലോഗരിതം എഴുതുമ്പോൾ ഒരു മോഡുലസ് ഇടുന്നത്. നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് കളയണം, അത്രേ ഉള്ളൂ.
മുകളിൽ നിന്ന് ഒരു മൈനസ് പുറത്തോട്ട് എടുക്കാം, മൈനസ് കളയാം. നിർബന്ധമില്ല, വെറുതെ ഒരു മോഡിലെ സൈൻ ഇട്ടാലും നോ പ്രോബ്ലം. ഓക്കെ, ഞാൻ ഒത്തിരി സിംപ്ലിഫിക്കേഷൻ നിർബന്ധമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളൊരു മോഡിലെ സൈൻ അവിടെ ഇട്ടിട്ട് സ്റ്റോപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഇത് ഫർദർ സിംപ്ലിഫിക്കേഷൻ ചെയ്തില്ലെങ്കിലും നോ പ്രോബ്ലം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഇത് വളരെ ലെങ്തി പ്രോബ്ലമാണ്, നല്ല ആൻസർ വരെയില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ.